മധ്യ ആഫ്രിക്കയിൽ എബോള പൊട്ടിപ്പുറപ്പെട്ടതിനെ തുടർന്ന് മെയ് 28 മുതൽ 31 വരെ ന്യൂഡൽഹിയിൽ നടക്കാനിരുന്ന 4ാമത്തെ ഇന്ത്യ ആഫ്രിക്ക ഫോറം ഉച്ചകോടി മാറ്റിവെച്ചിരിക്കുകയാണ്. നയതന്ത്രവും പൊതുജന ആരോഗ്യവും അന്താരാഷ്ട്ര ഇടപെടലുകളും എങ്ങനെ പുനർനിർമ്മിക്കാൻ കഴിയുമെന്ന് അടിവരയിടുകയാണ് ഈ തീരുമാനം. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയുടെ ഇറ്റൂരി പ്രവിശ്യയിൽ വ്യാപകമാകുന്ന ഈ പകർച്ചവ്യാധി അപൂർവമായ ബുണ്ടിബുഗ്യോ സ്ട്രെയിൻ എന്ന വൈറസ് മൂലമാണ് ഉണ്ടാകുന്നത്. ഇതിന് നിലവിൽ അംഗീകൃത വാക്സിൻ ഇല്ല. ഉഗാണ്ട, ദക്ഷിണ സുഡാൻ എന്നിവയുൾപ്പെടെയുള്ള അയൽ രാജ്യങ്ങളിലേക്ക് വൈറസ് ബാധിക്കാനുള്ള സാധ്യതയും ഏറെയാണ്. ഉയർന്ന അപകട സാധ്യതയുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലെത്തുന്ന എബോള ലക്ഷണങ്ങളുള്ള യാത്രക്കാർ ഇമിഗ്രേഷൻ ക്ലിയറൻസിന് മുൻപ് ആരോഗ്യ അധികാരികളെ അറിയിക്കണമെന്ന് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഹെൽത്ത് സർവീസസ് അറിയിച്ചിട്ടുണ്ട്. മെയ് തുടക്കത്തിൽ കിഴക്കൻ DRCയിലെ ഇറ്റൂരി പ്രവിശ്യയിലെ മോങ് ബുവാലു, റുവാംബാറ, ബുനിയ എന്നീ മേഖലകളിലാണ് ഈ പകർച്ചവ്യാധി ആദ്യമായി കണ്ടെത്തിയത്. ഉഗാണ്ട, ദക്ഷിണ സുഡാൻ എന്നിവയുടെ അതിർത്തിക്കടുത്തുള്ള സംഘർഷബാധിതവും ഖനന മേഖലയുമായ ഈ പ്രദേശത്തെ രോഗനിയന്ത്രണം ബുദ്ധിമുട്ടേറിയതാണ്. മെയ് 17 അന്താരാഷ്ട്ര ആരോഗ്യ ചട്ടങ്ങൾ പ്രകാരം ലോകാരോഗ്യ സംഘടന ഔദ്യോഗികമായി പകർച്ചവ്യാധിയെ പൊതുജന ആരോഗ്യ അടിയന്തരാവസ്ഥയായി പ്രഖ്യാപിച്ചു. പകർച്ചവ്യാധി ഇതുവരെ ഒരു പാൻഡമിക് അടിയന്തരാവസ്ഥയായി യോഗ്യത നേടിയിട്ടില്ലെങ്കിലും അതിർത്തി കടന്നുള്ള ചലനവും ദുർബലമായ ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങളും കാരണം പ്രാദേശിക അപകട സാധ്യത വലുതാണെന്നാണ് വിലയിരുത്തൽ. നിലവിൽ കേസുകളുടെ എണ്ണം കുത്തനെ വർദ്ധിച്ചു. DRCയിലും ഉഗാണ്ടയിലുമായി ഏകദേശം 600 കേസുകൾ സംശയിക്കപ്പെടുന്നതായി കണ്ടെത്തിയിരുന്നു. കുറഞ്ഞത് 139 മരണങ്ങളെങ്കിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം കോങ്കോയിൽ എബോള ബാധിച്ച് മരിച്ചയാളുടെ മൃതദേഹം വിട്ടുകൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് ചികിത്സാ കേന്ദ്രം ജനക്കൂട്ടം തീയിട്ട് നശിപ്പിച്ചു. ഇറ്റൂരി പ്രവിശ്യയിലെ റാംപാര നഗരത്തിൽ വ്യാഴാഴ്ചയാണ് ദാരുണമായ ഈ സംഭവം അരങ്ങേറിയത്. ആരോഗ്യ പ്രവർത്തകർക്കും എബോള പ്രതിരോധ പ്രവർത്തനങ്ങൾക്കുമെതിരെ പ്രദേശവാസികൾക്കിടയിൽ നിലനിൽക്കുന്ന കടുത്ത അവിശ്വാസമാണ് അക്രമത്തിൽ കലാശിച്ചത്. എബോള ബാധിച്ച് മരിച്ച പ്രാദേശിക ഫുട്ബോൾ കളിക്കാരന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകാൻ അധികൃതർ വിസമ്മതിച്ചതാണ് ജനങ്ങളെ പ്രകോപിപ്പിച്ചത്. എബോള ബാധിതരുടെ മൃതദേഹങ്ങളിൽ നിന്ന് രോഗം പടരാൻ വലിയ സാധ്യതയുള്ളതിനാൽ കടുത്ത സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് മാത്രമേ സംസ്കാരം നടത്താവൂ എന്ന് അധികൃതർ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ പ്രിയപ്പെട്ടവന് അവസാന കർമ്മങ്ങൾ ചെയ്യാൻ അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് ഒരു കൂട്ടം യുവാക്കൾ കേന്ദ്രത്തിലേക്ക് ഇരച്ചു കയറുകയായിരുന്നു. അതേസമയം വ്യാപാരം, ആരോഗ്യ സംരക്ഷണം, പ്രതിരോധം, ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ, ഊർജ്ജ സുരക്ഷ, തെക്ക് വികസന പങ്കാളിത്തം എന്നിവയിൽ സഹകരണം വികസിപ്പിക്കുന്നതിനായി നിരവധി ആഫ്രിക്കൻ രാഷ്ട്ര തലവന്മാരെയും സർക്കാർ നേതാക്കളെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തുമെന്ന് അറിയിച്ചിരുന്നു. ആദ്യത്തെ IAFS 2008 നടന്നു. തുടർന്ന് 2011 2015 തുടർന്നുള്ള പതിപ്പുകൾ നടന്നു. 2015 ന്യൂഡൽഹിയിൽ നടന്ന ഉച്ചകോടി പ്രത്യേകിച്ചും പ്രധാനമായിരുന്നു. കാരണം അന്ന് 54 ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും പങ്കാളിത്തം ലഭിച്ചു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.